പ്രണവിനുള്ള ടോപ്പിക് പ്ലീസ്. സിനിമ. സോ പ്രണവ്, യു ക്യാൻ സ്റ്റാർട്ട് ഇൻ 3, 2, 1 ഗോ. ഞാൻ ഈ ബിഗ് ബോസിലോട്ട് വരാൻ ആഗ്രഹിച്ച ഇതിലോട്ട് എന്നെ എത്തിച്ച ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ് സിനിമ. എനിക്ക് വളരെ ചെറുതിലെ തൊട്ട് ഈ ഒരു മോഹം ഉണ്ടായിരുന്നു സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ളത്. അപ്പോൾ അതിലോട്ട് എത്തിപ്പെടാൻ ഞാൻ റിസോഴ്സുകൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം ഞാൻ വിചാരിച്ചു എനിക്കൊരു ഫേസ് വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ആ ഒരു ഡ്രീമിലോട്ട് എത്തിച്ചേരാനുള്ള കാര്യം എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബിൽ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ ഫിറ്റ്നസ് ഏത് നിമിഷമായിരുന്നാലും ഒരു കോള് വന്നാൽ ഞാൻ എപ്പോഴും സിനിമയ്ക്ക് വേണ്ടി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമുള്ള ഒരാളാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ക്രൂ ഉണ്ടാക്കി. കൂടെ പഠിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്ത് അത് നമുക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിരുന്നത്, ഇവിടെ ക്യാമറ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു വലിയൊരു പ്രോസസ്സാണ് സിനിമ. സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഫ്രണ്ട്സിന് ഞാൻ ഇത് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും എൻ്റെ അത്രയും പാഷൻ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ അവരെ കൊണ്ട് സമാധാനത്തിൽ, ഞാനൊരു ഡയറക്ഷൻ ഫീൽഡിലോട്ടൊന്നും ഒരിക്കലും വരുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ ഞാൻ എന്നെ ആരും സിനിമയിൽ എടുക്കാത്തത് കൊണ്ട് ഞാൻ സ്വയം സിനിമയിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതാണ് എനിക്ക് ഒരു കാസ്റ്റിംഗ് കാളിലോട്ട് ചെല്ലുന്ന ഒരു ഫിലിമിന്റെ ഒരു ഓപ്പൺ ഓഡീഷന് ചെല്ലുമ്പോൾ അറിയാം എന്തുമാത്രം ചെറുപ്പക്കാരാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അവർ അതിലെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാൽ മാത്രം, ഞാൻ ഒരുപാട് വീട്ടിൽ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ഇതിൽ എനിക്കൊന്ന് അഭിനയിച്ച പോലെ ഇതുപോലെയൊക്കെ അഭിനയിച്ചാൽ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു വിചാരിക്കും. പക്ഷെ അതിനുള്ള കൃത്യമായ ശ്രമം നടത്തിയാൽ മാത്രമേ അതിലെത്താൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് കഴിയുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക, എങ്ങനെയെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, കിട്ടുന്ന എല്ലാ റിസോഴ്സും ഉപയോഗിച്ച്. ഓക്കെ താങ്ക് യു. സിനിമ യഥാർത്ഥത്തില് നമ്മൾ പലപ്പോഴും സിനിമയ്ക്ക് പിന്നാലെ അലയുന്നതൊക്കെ പറയും. സിനിമ നിങ്ങളുടെ പിന്നാലെ വരുന്നൊരു സമയം വരും, നമ്മൾ അതിലേക്ക് അങ്ങ് പ്രാപ്തരാകുക എന്നുള്ളതാണ്. 100% ബിഗ് ബോസിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്യുന്ന, ബിഗ് ബോസിലൂടെ നിങ്ങളെ തിരിച്ചറിയുന്ന മലയാളത്തിലെ നിരവധി സംവിധായകരുണ്ട്. നമ്മുടെ റിയൽ ക്യാരക്ടേഴ്സിനെയാണ് അവർ നോക്കുന്നത്. അപ്പം പ്രണവിൽ നിന്ന് അവർക്ക് പറ്റിയൊരു കഥാപാത്രത്തെ അവർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% വിളിച്ചിരിക്കും. അപ്പൊ അതിന് ഒരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും പ്രണവിന്റെ ആഗ്രഹം പോലെ എത്രയും പെട്ടെന്ന് സിനിമയിലോട്ട് എത്താൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. എന്റെ രൂപത്തിലൊരു കഥാപാത്രം ഉണ്ട് കേട്ടോ, ഭാഗ്യണ്ട കിട്ടും. താങ്ക് യു.